ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ബയോളജിക്കൽ പഠനങ്ങളാണ്. ബയോളജിക്കൽ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാമോ? എന്താണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പതോളജി. പാഥോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പതോളജി. അതുപോലെ തന്നെ കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒഫ്താൽമോളജിയാണ്. അതുപോലെ തന്നെ ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. അതുപോലെ മൂക്കിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? റിനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി. അതുപോലെ തന്നെ പല്ലിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓഡെന്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഡെന്റോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്. അതുപോലെ തന്നെ പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. അതുപോലെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. അതുപോലെ തന്നെ ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൾമണോളജി. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി. അതുപോലെ തന്നെ വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. അതുപോലെ കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം ന്യൂറോ സയൻസ്. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോ സയൻസ്. മനുഷ്യ സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? കലോളജി. മനുഷ്യ സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനമാണ് കലോളജി. അതുപോലെ തന്നെ ചർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ത്വക്കിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെർമറ്റോളജി. അതുപോലെ തന്നെ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? ഓർണിത്തോളജിയാണ്. അതുപോലെ ഷഡ്പദങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എൻഡമോളജി. ഷഡ്പദങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? എൻഡമോളജി. മത്സ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്തിയോളജി. ഓർത്തുകൊള്ളുക, മത്സ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഇക്തിയോളജിയാണ്. അതുപോലെ സസ്തനികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? മാമോളജി. സസ്തനികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മാമോളജി. പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഇക്കോളജി അല്ലെങ്കിൽ എക്കോളജി. ഓർത്തുകൊള്ളുക, പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഇക്കോളജി അല്ലെങ്കിൽ എക്കോളജി. ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓങ്കോളജി. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ബയോളജിക്കൽ പഠനങ്ങളാണ്. പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളേറിയ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെന്ത് വീഡിയോ തുടർച്ചയായിട്ട് കാണുക. അതുപോലെ 1-3 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഹൃദയത്തിൻ്റെ ആവരണം ഏതാണെന്ന് അറിയാമോ? ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തിൻ്റെ ആവരണം പെരികാർഡിയമാണ്. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. വൃക്കയുടെ ആവരണം പെരിട്ടോണിയമാണ്. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ആവരണം നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. തലച്ചോറിൻ്റെ ആവരണം മെനിഞ്ചസ് ആണ്. ഏതാണ്? മെനിഞ്ചസ് ആണ്. വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുക, നോട്ട് ചെയ്യുക, പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷകളിൽ എന്ത് കഴിയും? വിജയിക്കുവാനൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ പഠനത്തിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇടയ്ക്ക് ഞാൻ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ അല്ലാത്ത വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്നതാണ്.
വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.